ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രേവതി ഇനി സച്ചിക്ക് കാറ് വാങ്ങിയതിന്റെ പേരിൽ ഇനി ചന്ദ്രമതി ഇനി ശ്രുതിക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി സച്ചിയുമായി വരികയാണ്. കാറ് വാങ്ങിച്ചു എന്നുള്ള സത്യം വെളിപ്പെടുത്താണ്. പിന്നീട് ആ കാറിന്റെ പേരൊക്കെ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ച് തൊട്ട് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ടു നോക്കോളൂ. അങ്ങനെ ഈ ഒരു സത്യങ്ങളെല്ലാം വെളിപ്പെടുത്താണ്. ഇങ്ങനെ തനിക്ക് കാറ് വാങ്ങി തന്നത് എൻ്റെ ഭാര്യ ഈ നിൽക്കുന്ന രേവതിയാണെന്ന് സച്ചി എല്ലാവർക്കും മുന്നിൽ പറയാനായിട്ട്. ആദ്യം അത് ആരും വിശ്വസിക്കുന്നില്ല. എന്നാൽ ചന്ദ്രമതിയാണല്ലോ സച്ചി കള്ളം പറയാതെ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എൻ്റെ ഭാര്യയാണ് അമ്മ എനിക്ക് ഈ കാറ് വാങ്ങി തന്നത്. എൻ്റെ ഭാര്യ അവൾക്ക് മാല കെട്ടിയിട്ട് കുറച്ച് പണം കിട്ടിയില്ലേ, 500 മാലയുടെ അപ്പുറത്തുള്ള അത്രയും മാല അവൾ കെട്ടിയില്ലേ, അതിൽ നിന്നാണ്. അതെന്താ ഇപ്പൊ അത്ര വലിയ തുകയൊന്നും ഇല്ലല്ലോ, അവളെ എനിക്ക് വാങ്ങി തന്നു. ഇനി അത് മാത്രമല്ലല്ലോ, ഒരുപാട് ഓർഡറുകൾ അവൾക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവളെ എനിക്കൊരു കാറ് വാങ്ങി തന്നു എന്ന സത്യം വെളിപ്പെടുത്താൻ കേട്ടോ. ഇത് കേൾക്കുന്ന ചന്ദ്രമതി ശ്രുതിയെ ഇങ്ങനെ തുറിച്ചു നോക്കാണ്. അപ്പൊ ഈ സമയം കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ തള്ളിപ്പറഞ്ഞിരുന്ന സച്ചിക്ക് ഇപ്പോ വെച്ചടി കയറ്റം എന്നുള്ള ഭാവത്തിൽ ചന്ദ്രമതി ഇങ്ങനെ രവീന്ദ്രൻ നോക്കുമ്പോ അത് തനിക്ക് പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നീട് സച്ചി രേവതിയെയും കൊണ്ടുപോവാണ്. സച്ചി ഒരുപാട് സന്തോഷമാവാണ്. അപ്പൊ വർഷ രേവതിയുടെ കൂടെ പോയിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ചേച്ചി ഇത് എവിടുന്നാണ് ഇത്രയും പണം കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. കാറ് വാങ്ങാനുള്ള പണമൊക്കെ ചേച്ചിയുടെ കയ്യിലുണ്ടോ? ചേച്ചി ഞാൻ വിചാരിച്ചത് പോലെയൊന്നല്ലല്ലോ, ചേച്ചി ഒരു പുലി തന്നെ എന്നൊക്കെ വർഷ പറയുമ്പോൾ ഉടൻ തന്നെ രേവതി പറയണേ, എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരു പൂ കച്ചവടത്തിൽ നിന്ന് കുറച്ച് പൈസ കിട്ടിയെന്ന്, പിന്നെ ബാക്കി ഞാൻ ലോൺ എടുത്തതാണ്, ഇനിയിപ്പോ ഓരോ കാര്യങ്ങൾക്കായി എനിക്ക് കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പൊ അത് കേട്ടോടെ തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് വിജയം, എന്തായാലും ചേച്ചിക്ക് ഇതിന് കഴിഞ്ഞല്ലോ, അപ്പൊ ഇതും ഇതിലപ്പുറവും ചേച്ചിക്ക് കഴിയൂ, ചേച്ചി ഒരു സൂപ്പർ തന്നെ എന്നൊക്കെ വർഷം പറയാണ് കേട്ടോ. പിന്നീട് ചന്ദ്രമതി ഉറഞ്ഞു തുള്ളിയും കൊണ്ടിട്ട് ശ്രുതി എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിളിക്കുകയാണ്. ശ്രുതിയാണെങ്കിലോ ആ കടയുടെ പേര് മാറ്റിയതിന്റെ പേരിൽ ഇപ്പൊ ഒരു പ്രശ്നം കഴിഞ്ഞതുള്ളൂ. അതിന്റെ ആ ഒരു ഷോപ്പിങ്ങിന് വേണ്ടി ഒരു സാരിയൊക്കെ ചന്ദ്രമതിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് എൻ്റെ അച്ഛൻ കൊടുത്തയച്ച എന്നൊക്കെ സോപ്പിട്ട് വെച്ചിരിക്കുകയാണ്. ആ സമയമാണ് വീണ്ടും അടുത്ത പ്രശ്നവുമായി വന്നിരിക്കുന്നത്. ഈ രേവതി കാരണം വല്ലാത്തൊരു കഷ്ടം എന്ന ഭാഗത്ത് ശ്രുതി നോക്കുമ്പോ, എന്താ ഞാൻ വിളിച്ചതിന് നീ മറുപടി പറയാത്ത, എന്താ പ്രശ്നം, എന്താ അമ്മേ, എന്തിനാ എന്നെ വിളിച്ചത് എന്നിങ്ങനെ ചോദിക്കാനായിട്ടാ. എന്താന്നോ ഇപ്പൊ കണ്ടില്ലേ, ആ രേവതി ഇപ്പൊ കണ്ടില്ലേ സച്ചിക്ക് കാറ് വാങ്ങി കൊടുത്തിരിക്കുന്നു. എന്നാൽ കോടീശ്വരിയാണ് നീ എത്രയോ സ്വത്തിന്റെ ഉടമയാണ്. എന്നാൽ എൻ്റെ മകൻ സുധിയാണെങ്കിലോ ഇരുന്നോടത്ത് തന്നെ ഇരിക്കുന്നു. നേരത്തെ കുറച്ചു മുന്നേ അവന്റെ അച്ഛൻ കളിയാക്കിയത് കണ്ടില്ലേ, സച്ചിയുടെ വളർച്ചയെ കുറിച്ച് അവൻ എത്ര ഡിഗ്രി ഉള്ളവനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് പറയുമ്പോ, അമ്മ ഇപ്പൊ എന്തിനാ ഇതൊക്കെ എന്നോട് പറഞ്ഞേ, ആൻഡ് ഇപ്പൊ എന്തിനാ എന്നോട് ഇത് പറയുന്നതെന്ന് ചോദിക്കാനായിട്ടാ. നിന്നോടല്ലാതെ വേറെ ആരോട് പറയാൻ എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്താണ് കേട്ടോ. ആന്റി ഞാൻ എന്ത് ചെയ്യാനെന്നാ, നിന്നിൽ പണമുള്ളതുപോലെ ആ രേവതിയിൽ പണമുണ്ടടി, എന്നിട്ട് പോലും രേവതിക്ക് സച്ചിക്ക് കാറ് വാങ്ങാമെങ്കിൽ നിനക്ക് ഇതിലും വലുത് എൻ്റെ മകൻ സുധിക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറയട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഈശ്വരപ്പെട്ടല്ലോ. രേവതിയുടെ അത്ര പണം എന്നിലുണ്ടെങ്കിൽ ഞാൻ ഇന്നിപ്പോ എവിടെ എത്തിയിരുന്നു? നിങ്ങൾ പറയുന്ന ഈ സിംഗപ്പൂർ അച്ഛനും ഈ പറയുന്ന സിംഗപ്പൂർ ചെറിയച്ഛനൊന്നും എനിക്കില്ല. അതൊക്കെ നിങ്ങളുടെ മുന്നിൽ തരികിട കളിച്ചതല്ലേ എന്ന് മനസ്സ് ചിന്തിക്കുമ്പോ, എന്താ നീ ഇത്ര വല്ലാതെ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ് ചന്ദ്രമണി ചൂടാവാണേട്ടാ. അപ്പൊ അത് കേട്ടോടെ തന്നെ ശ്രുതി, എന്താ ആന്റി ഞാൻ വേണ്ടത്? നീ വേണ്ടതേ സുധിയെ നല്ല നിലക്ക് എത്തിക്കണം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാണ്? സുധിക്ക് എന്ത് ചെയ്തു കൊടുത്താലും സുധി അത് 2 ദിവസം ചെയ്യും, പിന്നീട് സുധി അത് വേണ്ടെന്ന് വെച്ച് ഇട്ടെറിഞ്ഞു പോരും. അതിപ്പോ എന്റെ കുറ്റമല്ലല്ലോ, സച്ചി അങ്ങനെയല്ലല്ലോ. സച്ചി എന്നും ഡ്രൈവറാണ്, ആ ഡ്രൈവർ ജോലി അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ സുധി അങ്ങനെയാണ്. അപ്പൊ എന്റെ മകനാണോ ഇപ്പൊ കുറ്റം നിനക്കല്ലേ? അത് കേട്ടോടെ തന്നെ ശ്രുതി പറയണ, ആന്റി എനിക്കെന്ത് കുറ്റം, നിനക്ക് തന്നെയാണ് കുറ്റം. എന്റെ മകനെ ഡിഗ്രി ഉള്ളവനാണ്, അവന്റെ നിലയും വിലയും സ്റ്റാറ്റസും എന്താണെന്ന് നിനക്കറിയോ? അവന്റെ നിലയും വിലയും സ്റ്റാറ്റസും ഡിഗ്രി കൊണ്ടേറ്റ് എവിടെയെങ്കിലും വെക്കാൻ കൊള്ളും നിങ്ങളുടെ മകന്റെ സ്വഭാവം കണ്ടാൽ എന്നിങ്ങനെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ സമയം ചന്ദ്രമതി വീണ്ടും ചോദിക്കുകയാണ്, എന്താ നീ ഇങ്ങനെ ആലോചിക്കുന്നത്? ഞാൻ എന്ത് പറയുമ്പോഴും നിനക്കൊരു മൗനം കാണുന്നുണ്ടല്ലോ. നിന്റെ സിംഗപ്പൂർ അച്ഛനൊക്കെ ഇപ്പൊ എവിടെ പോയി എന്ന് ചോദിക്കാണ്ട് ആകെ കേൾക്കുന്ന ശ്രുതി ആകെ ഞെട്ടിപ്പോവാണ്. ഈശ്വര, ഇതായിരുന്നു ഇവരുടെ മനസ്സിലുള്ള പ്ലാന് എന്നിങ്ങനെ ചിന്തിച്ചു പോകണം. ഞാൻ എന്താ ചോദിക്കുന്നതിന് നിനക്ക് ഇത്ര മറുപടി പറയാൻ പടി? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ അങ്ങ് പറ എന്ന് പറയാനേട്ടാ. അമ്മ ഇപ്പൊ ഞാൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കാനേട്ടാ. അപ്പൊ ഇത് കേൾക്കുന്ന ചന്ദ്രമതി പറയണേ, നീ നിന്റെ സിംഗപ്പൂർ അച്ഛനുണ്ടല്ലോ
പറഞ്ഞല്ലോ, നിന്റെ അച്ഛനോട് നീ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്രുതിക്ക് നല്ലൊരു കമ്പനിയോ ഒരു കടയോ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊടുത്ത് അവൻ നല്ല നിലക്കെത്തും. അതുകൊണ്ടാണ് അവൻ പോകുന്ന കടകളിലൊന്നും പണിയെടുക്കാതെ, പോകുന്ന കമ്പനിയിലൊന്നും അവൻ പണിയെടുക്കാതെ പോകുന്നത്. മറ്റുള്ളവരുടെ ആട്ടും തുപ്പും വിഴുപ്പും കേൾക്കേണ്ടവനല്ല അവൻ. അവൻ ഒറ്റയ്ക്കിരുന്ന് മറ്റുള്ളവരെ വഴക്ക് പറയേണ്ടവനാ. അവന്റെ ക്യാരക്ടർ ആന്റിക്ക് അറിയില്ലല്ലോ, എന്ത് ചെയ്യാൻ എന്ന് ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നു കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത് കേട്ടോ? അത് പിന്നെ എൻ്റെ അച്ഛനെ ഇപ്പൊ കാണാൻ പറ്റില്ല. എൻ്റെ അച്ഛൻ നല്ല ബിസിനസ് തിരക്കാണ്. ബിസിനസ് തിരക്കുമായി അച്ഛൻ പോയിരിക്കുന്നു. അത് കേട്ട ഉടനെ നിന്റെ അച്ഛനെ സാരി കൊടുക്കാൻ യാതൊരു ബിസിനസ് തിരക്കും ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്ക് സാരി കൊടുത്തേക്കാൻ നിന്റെ അച്ഛനെ എത്ര പെട്ടെന്ന് കഴിഞ്ഞു. വിളിക്ക് നിന്റെ ചെറിയച്ഛനോട് വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ. നിന്റെ ചെറിയച്ഛനാണല്ലോ, ചെറിയച്ഛൻ വഴിയാണല്ലോ ഇപ്പൊ സാരി എത്തിച്ചത്. അപ്പൊ ചെറിയച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ശ്രുതിക്ക് ഒരു കടയിട്ട് കൊടുക്കാമെന്ന ഒരു കമ്പനി ഇട്ട് കൊടുക്കാൻ എന്ന തീരുമാനത്തിലെത്തണം കേട്ടോ. എന്താ ഞാൻ പറഞ്ഞതിൽ നിനക്കെന്തെങ്കിലും തിരുത്താനുണ്ടോ? ഇല്ല ആന്റി പറഞ്ഞത് 100% സത്യമാണ്, ഞാൻ ചെയ്തോളാം എന്നും പറയണേട്ടോ. പിന്നീട് ശ്രുതിക്ക് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ശ്രുതി നേരെ പോകുന്നത് നമ്മുടെ രേവതിയുടെ അടുത്തോട്ടാണ് കേട്ടോ. രേവതി ആണെങ്കിൽ കിച്ചണിൽ ഇങ്ങനെ പണിയെടുത്തും കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മൂളിപ്പാട്ടൊക്കെ ഉണ്ട്. കാരണം തനിക്ക് തൻ്റെ ഭർത്താവിന് കാർ എടുത്ത് കൊടുക്കാൻ കഴിഞ്ഞ ആ ഒരു സന്തോഷം രേവതിയിൽ പറയാനില്ല. അത്രയും വലിയ സന്തോഷത്തോടു കൂടി രേവതി ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ബാക്കിൽ നിന്നും ശ്രുതി വിളിക്കുകയാണ്. രേവതി എന്താ ശ്രുതി, നിനക്ക് എന്തെങ്കിലും വേണോ? എനിക്കൊരു ചായ വേണമായിരുന്നു, 2 മിനിറ്റ് ഇപ്പൊ ഉണ്ടാക്കി തരാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയം അവിടെ പരിങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ രവതി ചോദിക്കുക, എന്താ ശ്രുതി, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അത് കേട്ട ഉടനെ തന്നെ ദേഷ്യത്തോടു കൂടിയിട്ട് ശ്രുതി പറയണം, അതെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ അതിന് സത്യമായ ഉത്തരം പറയോ? ഞാൻ ഇന്നേവരെ ആരോടും കള്ളം പറഞ്ഞിട്ടില്ല. എനിക്കൊന്നും സത്യമായ ഉത്തരം പറയാനേ കഴിയത്തുള്ളൂ. അപ്പോഴാണ് വർഷ കിച്ചണിലോട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവരുടെ സംസാരം വർഷ ഇങ്ങനെ മാറി നിന്ന് കേൾക്കാണ്. അപ്പോൾ ഉടൻ തന്നെ രേവതിയോട് ചോദിക്കാണ്, നീ എങ്ങനെയാണ് സച്ചിക്ക് കാർ എടുത്തു കൊടുത്തത്? ഇവിടെ ആളാവാൻ വേണ്ടി സച്ചി എടുത്ത കാറ് നീ എടുത്തതാന്ന് പറഞ്ഞുണ്ടാക്കിയതല്ലേ? അത് കേട്ട രേവതി, ഞാനെന്തിനെ കള്ളം പറയുന്നത്? ഇത് ഞാൻ എടുത്തു കൊടുത്തതാണ്. എനിക്ക് പൂവ് വിറ്റിട്ട് പൈസ കിട്ടിയതൊക്കെ നിനക്കറിയാലോ. പൂ വിറ്റിട്ട് പൈസ കിട്ടിയത് എത്രയെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊന്നും ഒരു സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങാൻ പറ്റത്തില്ല. 2-3 ലക്ഷമെങ്കിലും ചുരുങ്ങിയത് വേണം. ആ പണം നിനക്ക് എവിടെ നിന്നും കിട്ടി? അത് കേട്ടോടെ തന്നെ രേവതി പറയണേ, എനിക്ക് ഒരുപാട് ഓർഡറുകൾ വരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് ഞാൻ നീക്കുന്നു. എന്നാലും ഒരൊറ്റയടിക്ക് നിന്റെ കയ്യിൽ 3 ലക്ഷം രൂപ ഒന്നും വരത്തില്ല. കാരണം നേരം പുലരും മുന്നേ ആണല്ലോ ഇങ്ങനെയൊക്കെ കണ്ടത്. പൂ വിറ്റതെന്ന്, പൂ കൊണ്ടുകൊടുത്തതെന്ന്, പൂ കെട്ടിയതെന്ന് എന്നൊക്കെ എനിക്കറിയാമെന്ന് പറയട്ടോ. അപ്പൊ ഇത് വർഷ പുറത്ത് നിന്ന് കേൾക്കണം കേട്ടോ. അങ്ങനെ ഈ പൂ കെട്ടുന്നവൾക്കൊക്കെ ഇത്ര വല്ലാത്ത പൈസയോ എന്നൊക്കെ ഇങ്ങനെ പുച്ഛത്തോടു കൂടി സംസാരിക്കുമ്പോൾ വർഷ അകത്തോട്ട് കയറി വരണേ. എന്താ ശ്രുതി, നിനക്കിപ്പോ ഇതൊക്കെ അറിയേണ്ട ആവശ്യം? ശ്രുതി ചേച്ചിക്ക് എന്താ വേണ്ടത്? അത് കേട്ട അല്ല ഇവള് കാരണം ഇപ്പൊ എനിക്ക് വീണ്ടും പ്രശ്നം ഉണ്ടായിരിക്കുന്നു. എൻ്റെ അമ്മ ഇപ്പൊ പറയുന്നു, സച്ചി ഈ പറയുന്ന രേവതി സച്ചിക്ക് കാർ എടുത്ത് കൊടുത്തെങ്കിൽ എന്തുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഒരു കമ്പനി ഇട്ട് കൊടുത്തുകൂടാ എന്ന്? അത് കേൾക്കുന്ന വർഷ പറയണ, അത് ശരിയാണ്, കമ്പനി ഇട്ട് കൊടുക്കേണ്ടത് തന്നെയല്ലേ? രേവതി ചേച്ചിക്ക് ഒരു പൂവ് വിറ്റിട്ട് ഇത്രയും വലിയൊരു സമ്മാനം സച്ചേട്ടന് നൽകാമെങ്കിൽ, എന്നാലും എൻ്റെ രേവതി നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? അമ്മ പറഞ്ഞതുപോലെ തന്നെ നിന്റെ അനിയൻ്റെ കൈ പൊട്ടിച്ചവനല്ലേ ഈ സച്ചി. ആത്മാർത്ഥമായ ഒരു സ്നേഹം നിന്നോടില്ല. ഇന്ന് ചിരിച്ചാൽ നാളെ നിന്നെ അടിക്കാനും മറക്കില്ല. അങ്ങനെയുള്ള സച്ചിയൊക്കെ നീ നന്നായി സ്നേഹിക്കണോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വർഷ പറയണേ, എൻ്റെ ശ്രുതി ചേച്ചി, ഇവിടെ സ്നേഹം എന്ന് പറയുന്നത് പണത്തിൻ്റെ മേലല്ല എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ശ്രുതി ആകെ പെട്ടിരിക്കണം. ഇനി എന്താണ് ഇപ്പോൾ ഇവിടെ ചെയ്യാന്നറിയാതെ ശ്രുതി ആകെ പ്രതിസന്ധിയിലാവാണ് കേട്ടോ. അപ്പൊ എങ്ങനെ തിരിച്ചും മറിച്ചും ചോദിച്ചാൽ രേവതി പറയുന്നത് ലോൺ എടുത്തതാ എന്ന് പറയുന്നില്ല. പക്ഷെ പിന്നീട് കുറേ തവണ ചോദിക്കുമ്പോൾ രേവതി പറയാണ്, കുറച്ച് പണം എനിക്കിപ്പോ കിട്ടി, ബാക്കി എനിക്ക് ഓർഡറുകൾ വരുന്നുണ്ടല്ലോ, അതിനനുസരിച്ച് ഞാൻ ലോൺ എടുത്തു. ലോൺ എടുത്താൽ മാസം അടച്ചാൽ മതിയല്ലോ എന്നാ ആ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനി ശ്രുതിക്ക് കമ്പനി ഇട്ട് കൊടുക്കാനുള്ള ആ പണം ഇനി ശ്രുതി ഉണ്ടാക്കുന്ന ആ രസകരമായ എപ്പിസോഡാണ് കേട്ടോ നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്.